കരുതി വെച്ച ഒരില ചോറ്. ആ പേരൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഒരു പ്രതീക്ഷ, കാത്തിരിപ്പ്, നൊമ്പരം എല്ലാം ആ പേരിൽ തെളിഞ്ഞു കാണാം. ഇത് പ്രൊഫസർ ഈച്ചരവാര്യരുടെ ആത്മകഥയിലെ ഭാഗമാണ്. ഒരച്ഛൻ്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന ആ ആത്മകഥയ്ക്ക് 2004 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. തൃശ്ശൂർ, എറണാകുളം, ചിറ്റൂർ അവിടെയുള്ള കോളേജുകളിൽ ഹിന്ദി അധ്യാപകനായിരുന്നു പ്രൊഫസർ ഈച്ചരവാര്യർ. കൊച്ചി രാജ്യപ്രജാമണ്ഡലത്തിൻ്റെ പ്രവർത്തകനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഹയാത്രികനുമായിരുന്നു അദ്ദേഹം. 1976 ഫെബ്രുവരി 29 കായണ്ണ പോലീസ് സ്റ്റേഷൻ ആക്രമണവുമായി ബന്ധപ്പെട്ട് രാജൻ എന്ന വിദ്യാർത്ഥിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസ് സ്റ്റേഷനിലെ ക്രൂരമായ മർദ്ദനത്തിൽ രാജൻ കൊല്ലപ്പെട്ടു. ആ മകനെ തേടി ആണ് ഈച്ചരവാര്യർ ഇറങ്ങുന്നത്. ആ അനുഭവങ്ങളാണ് തൻ്റെ ആത്മകഥയിലുള്ളത്. നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ ആ അച്ഛന് നീതി ലഭിക്കുകയോ മകൻ്റെ മൃതദേഹം ഒന്ന് കാണാനോ കഴിഞ്ഞില്ല. മനസ്സിൽ മകൻ തിരിച്ചെത്തും എന്ന പ്രതീക്ഷയോടെ ആ പിതാവ് 2006 ഏപ്രിൽ 13 നിര്യാതനായി. മകനു വേണ്ടിയുള്ള ഈ നിയമ പോരാട്ടമാണ് ഈച്ചരവാര്യരെ ശ്രദ്ധേയനാക്കിയത്. നമ്മുടെ നാട്ടിൽ 1976 ആഭ്യന്തര അടിയന്തരാവസ്ഥ കാലത്താണ് ഈ സംഭവം നടക്കുന്നത്. അന്ന് ഇന്ദിരാഗാന്ധിയാണ് പ്രധാനമന്ത്രി. എല്ലാറ്റിനും നിയന്ത്രണം വന്ന കാലം. പ്രതിപക്ഷ നേതാക്കളെല്ലാം ജയിലിലകപ്പെട്ട കാലം. അങ്ങനെയുള്ള ആ സമയത്താണ് നമ്മുടെ ഈ ഒരു രാജൻ വധക്കേസും വരുന്നത്. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് വരാം. 1976 മാർച്ച് 10 ഈച്ചരവാര്യരും തൻ്റെ ശിഷ്യനായ ആർ സുരേന്ദ്രനും തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന കെ കരുണാകരനെ കാണാനായിരുന്നു ആ യാത്ര. കാണാതായ തൻ്റെ മകനെ കണ്ടെത്താൻ എന്തെങ്കിലും ഒരു മാർഗം ലഭിക്കും എന്ന പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെയാണ് ആ അച്ഛൻ അവിടേക്ക് പോയത്. ഔദ്യോഗിക വസതിയായ മൻമോഹൻ പാലസിലാണ് അന്ന് കരുണാകരനും കുടുംബവും താമസിച്ചിരുന്നത്. സുരേന്ദ്രൻ കോൺഗ്രസ് പ്രവർത്തകനും കരുണാകരൻ്റെ വീട്ടിനുള്ളിലേക്ക് പ്രവേശിക്കാൻ സ്വാതന്ത്ര്യമുള്ളവനുമായിരുന്നു. അതുകൊണ്ടാണ് അയാളുടെ കൂടെ അവിടേക്ക് പോയത്. അയാളുടെ സഹായത്തോടെ പിറ്റേന്ന് രാവിലെ 10 മണിക്ക് കൂടിക്കാഴ്ച ശരിയാക്കി. ഈച്ചരവാര്യരെ കണ്ടപ്പോൾ തന്നെ കരുണാകരൻ മുഖത്തൊരു വിഷാദത്തോടെ അയാളെ ആശ്ലേഷിക്കുന്നുണ്ട്. എന്തുകൊണ്ട് രാജൻ്റെ വിവരം നേരത്തെ തന്നോട് പറഞ്ഞില്ല എന്നാണ് കരുണാകരൻ ചോദിച്ചത്. രാജൻ എന്ന പേര് കേട്ടപ്പോൾ ഏതോ വലിയ കേസിൽ പെട്ടയാളാണെന്ന് ഓർമ്മ വരുന്നെന്നും പറഞ്ഞു. അത് കേട്ടപാടെ ആ അച്ഛൻ തിരുത്തുന്നുണ്ട്. അവന് അതിനൊന്നും കഴിയില്ല. കായണ്ണ പോലീസ് സ്റ്റേഷൻ ആക്രമണം നടക്കുമ്പോൾ എൻ്റെ മകൻ ഫറൂഖ് കോളേജിൽ ആർട്സ് ഫെസ്റ്റിൽ പങ്കെടുക്കുകയായിരുന്നു. കാരണം അന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ആർട്സ് ഫെസ്റ്റ് ഫറൂഖ് കോളേജിൽ വെച്ചായിരുന്നു നടന്നത്. അവൻ ആർട്സ് സെക്രട്ടറി ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു. എന്നാൽ കരുണാകരൻ സുരേന്ദ്രനുമായുള്ള അടുപ്പത്തിൻ്റെ ഉറപ്പിൽ രാജനെ അന്വേഷിച്ച് വിവരം തരാമെന്ന് പറഞ്ഞ് അവരെ അവിടെ നിന്ന് തിരിച്ചയക്കുകയാണ്. തിരിച്ചിറങ്ങുമ്പോൾ പ്രതീക്ഷയുടെ അവസാന തുരുത്തും ഇല്ലാതാവുകയാണോ എന്ന് ഈച്ചരവാര്യർക്ക് തോന്നുന്നുണ്ട്. കാരണം തന്നെ കണ്ട മാത്രയിൽ ചിരിച്ച് വരുന്ന കരുണാകരൻ്റെ മുഖം പെട്ടെന്ന് വാടിയതും ഈച്ചരവാര്യർ ശ്രദ്ധിച്ചിരുന്നു. അതിൽ എല്ലാം അറിഞ്ഞിട്ടും അറിയാത്ത പോലെ പെരുമാറിയ ഒരു തോന്നലും അയാളുടെ ഉള്ളിൽ സംശയമുണ്ടാക്കി. അയാൾ മകനെക്കുറിച്ച് ഓർക്കുകയാണ് ഇറങ്ങുമ്പോൾ. 1976 ഫെബ്രുവരി 26 ഈച്ചരവാര്യർ താമസിക്കുന്ന കേരള ഭവൻ ലോഡ്ജിൽ പണം വാങ്ങാനെത്തിയപ്പോഴാണ് രാജൻ അവസാനമായി കണ്ടത്. മകൻ അവിടേക്ക് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് ഓരോ ആവശ്യങ്ങൾക്കായിട്ട്. അപ്പോൾ അന്ന് വന്നത് കുറച്ച് പണം ആവശ്യപ്പെട്ടായിരുന്നു. പഠനാവധിക്ക് വീട്ടിൽ വരാമെന്ന് സമ്മതിച്ചാണ് അവൻ തിരികെ പോയതും. 2 ദിവസം കഴിഞ്ഞ് 1976 ഫെബ്രുവരി 29 തിങ്കളാഴ്ച രാവിലെ കോളേജിൽ എത്തിയപ്പോൾ രാജനെ പോലീസ് അറസ്റ്റ് ചെയ്തെന്നറിഞ്ഞു. ചാത്തമംഗലം എത്തിയപ്പോൾ രാജനെ കക്കയത്തെ ക്യാമ്പിലേക്ക് കൊണ്ടുപോയതായും അറിഞ്ഞു.
അവിടേക്കും പോയി അയാൾ. ക്യാമ്പിലെത്തിയപ്പോൾ ജയറാം പടിക്കലായിരുന്നു അവിടുത്തെ സർവാധികാരി. തൻ്റെ മകൻ ക്യാമ്പിൽ സുഖമായിരിക്കുന്നു എന്നും കാണാൻ കഴിയില്ല എന്നും ജയറാമിൻ്റെ വാക്കുകൾ ഗാർഡ് വന്ന് അറിയിച്ചു. എന്തെല്ലാമോ സംശയങ്ങൾ മനസ്സിലപ്പോൾ ഉയർന്നു. രാജൻ അച്ഛാ എന്ന് ഉറക്കെ വിളിക്കുന്നതായി അയാൾക്ക് തോന്നി. എന്നാൽ അനുമതി ലഭിക്കാതെ വേദനയോടെ ആ അച്ഛൻ അവിടെ നിന്ന് തിരികെ പോവുകയാണ്. തിരിഞ്ഞൊന്ന് നോക്കിയപ്പോൾ ആ കാവൽക്കാരൻ തന്നെ നോക്കുന്നതായും തന്നെ കണ്ടപ്പോൾ പെട്ടെന്ന് മുഖം തിരിച്ചതായും അയാൾ ശ്രദ്ധിച്ചു. കരുണാകരനെ കണ്ടതിന് ശേഷം അയാളുടെ പ്രിയ ശിഷ്യനായ മാതൃഭൂമി റിപ്പോർട്ടർ സാദിരിക്കോയ ഈച്ചരവാര്യരെ വിളിച്ചു. ഒരു നക്സൽ താവളം കാണിക്കാൻ കൊണ്ടുപോകുമ്പോൾ പോലീസ് ജീപ്പിൽ നിന്ന് രാജൻ ഓടി രക്ഷപ്പെട്ടെന്ന് അയാൾ അറിയിച്ചു. ഇത് കരുണാകരൻ അറിയിച്ചതായിരിക്കുമെന്ന് ഈച്ചരവാര്യർ മനസ്സിൽ കരുതുന്നുണ്ട്. ആ വാർത്തയിൽ പ്രതീക്ഷ വെച്ച് ഈച്ചരവാര്യർ അന്വേഷണം തുടർന്നു. രാജൻ്റെ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ വഹാബുദ്ദീൻ കക്കയം ക്യാമ്പിലെത്തിയപ്പോൾ ജയറാം പടിക്കൽ വളരെ നീചമായാണ് ആ സ്നേഹനിധികളായ അധ്യാപകരോട് പെരുമാറിയത്. രാജനോടൊപ്പം അറസ്റ്റിലായ മറ്റ് വിദ്യാർത്ഥികളെ പ്രിൻസിപ്പൽ അവിടെ വെച്ച് കണ്ടെങ്കിലും രാജൻ്റെ മുഖം മാത്രം അയാൾക്ക് കാണാൻ കഴിഞ്ഞില്ല. ഓരോ ദിവസം കടന്നു പോകുമ്പോഴും രാത്രി ഒരില ചോറ് മകനായി കരുതി വയ്ക്കാൻ ഈച്ചരവാര്യർ ഭാര്യയായ രാധയോട് പറയും. അവൻ എപ്പോൾ വേണമെങ്കിലും വരാം. പട്ടിണി കിടന്ന് വിശന്ന വയറോടെ ചടച്ച ശരീരത്തോടെ അവൻ വരുമ്പോൾ അവനായി ചോറ് കരുതി വച്ചിരിക്കണം. അവന് വരാതിരിക്കാനാവില്ല. രാത്രികളിൽ വാതിലടയ്ക്കാതെ അച്ഛാ എന്ന വിളി കാതോർത്ത് ആ അച്ഛൻ കിടക്കും. രാജൻ്റെ അമ്മയെ വിവരമൊന്നും അറിയിക്കാതെ മനസ്സിലെല്ലാം ഒതുക്കി ആ പിതാവ് കുഞ്ഞുമോനെ കാത്തിരിക്കും. ഇവിടെയാണ് പാഠഭാഗം അവസാനിക്കുന്നത്. ഇതിനോടനുബന്ധമായി രാജൻ ഉരുട്ടിക്കൊലക്കേസ് ഒന്ന് പറയാം. അടിയന്തരാവസ്ഥ കാലത്ത് കോഴിക്കോട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിലെ പരിപാടിക്ക് കരുണാകരനെ കളിയാക്കിക്കൊണ്ട് പി രാജൻ ഒരു ഗാനം അവതരിപ്പിച്ചു. അവിടെ അതിഥിയായിരുന്നു കരുണാകരൻ അന്ന്. രാജനെ നക്സലറ്റ് ബന്ധം ആരോപിച്ച് പിറ്റേന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നു. അതും അതിരാവിലെയാണ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നതെന്ന് പറയുന്നുണ്ട്. കക്കയത്തെ പോലീസ് ക്യാമ്പിൽ ലോക്കപ്പ് മർദ്ദനത്തിൽ, അതായത് ഉരുട്ടിക്കൊലയിൽ രാജൻ മരണപ്പെടുന്നു. തെളിവ് നശിപ്പിക്കാനായി മൃതദേഹം പോലീസുകാർ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അന്ന് ഇന്ത്യയിൽ പോലീസ് രാജ് നടപ്പാക്കിയതിനെ തുടർന്ന് ഭരണകൂടം പോലീസിന് നിർലോഭ പിന്തുണ നൽകിയിരുന്നു. സബ് ഇൻസ്പെക്ടർ പുലിക്കോട്ടിൽ നാരായണൻ്റെ ക്രൂരമർദ്ദനവും ഉരുട്ടലുമാണ് മരണകാരണം. മൃതശരീരം വയറ് കുത്തിക്കീറി പുഴയിൽ ഇട്ടെന്നും പഞ്ചസാരയിട്ട് കത്തിച്ചെന്നും കക്കയം ഡാമിനടുത്ത് ഉരക്കുഴി വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ടടുത്ത് കുഴിച്ചിട്ടെന്നും പിന്നീട് പുറത്തെടുത്ത് കത്തിച്ച് ഉരക്കുഴി വെള്ളച്ചാട്ടത്തിലേക്ക് എറിഞ്ഞെന്നും വാദം നിലനിൽക്കുന്നുണ്ട്. അടിയന്തരാവസ്ഥയിലെ പീഡിതർക്ക് എന്ന സമർപ്പണത്തോടെയാണ് ഈച്ചരവാര്യർ തൻ്റെ ആത്മകഥ ആരംഭിക്കുന്നത്. രാജൻ്റെ മരണത്തിൻ്റെ 30 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ആത്മകഥ അദ്ദേഹം എഴുതിയത്.